ഒരു വ്യക്തിയുടെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ അതുകൊണ്ടുള്ള ലക്ഷ്യം ഒന്ന്, മുഅ്മിനീങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടി തഹ്ലീലും ഖുർആനുമൊക്കെ ഓതി അതിൻ്റെ മിസ്ല സവാബ് അവർക്ക് അതിയ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. മറ്റൊന്ന്, അവർ നമുക്ക് ബാക്കി വെച്ച അവരുടെ ജീവിത പാഠം, അവരുടെ ജീവിതത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള പാഠമെന്ത്, അത് നാം പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതാണ്. അവര് നമ്മുടെ മുമ്പേ അവർ നടന്നുപോയി, ഇനി നമുക്കും ഇതുപോലെ ഒരു മരണം വരാനുണ്ട് എന്നും, ഇനി ദുനിയാവിൽ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്നവര് നമ്മളാണെന്നും ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുകയും വേണം. പ്രത്യേകിച്ച് എൻ്റെ മുന്നിലുള്ളത് ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിലത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബാബു കബൂലാക്കട്ടെ. ഒരു പണ്ഡിതന്റെ വിയോഗമെന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മരണമല്ല. ആനരായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ അൽ മതാലിബുൽ ആലിയിൽ പറഞ്ഞ ഒരു ഹദീസ്, ആനരായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു തൊട്ടുദ്ധരിക്കുന്ന ഹദീസ് കാണാം. മൗത്തുൽ ആലിമി മുസീബത്തുൽ ലാ തുജ്ബറു വസുൽമത്തുൽ ലാ തുസദ്ദു വഹുവ നജ്മുൻ തുമിസ മൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗത്തി ആലിം. നബി പാകി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൗത്തുൽ ആലിമി മുസീബത്തുൽ ലാ തുജ്ബറു, ഒരു പണ്ഡിതന്റെ മരണം എന്നത് മുസീബത്തുൽ ലാ തുജ്ബറു, പരിഹരിക്കപ്പെടാനാവാത്ത ഒരു മുസീബത്താണ്, അതൊരു മുറിവേൽ തന്നെയാണ്. വസുൽമത്തുൽ ലാ തുസദ്ദു, നികത്താനാവാത്ത ഒരു വിടവാണ്. വഹുവ നജ്മുൻ തുമിസ, അസ്തമിച്ചു പോയ ഒരു നക്ഷത്രമാണെന്നും. മൗത്തു ഖബീലത്തിൻ ഐസറു മിൻ മൗത്തി ആലിം, ഒരു ഗോത്രം ഒന്നടങ്കം മരിക്കുന്നതിനേക്കാൾ വലിയ നഷ്ടമാണ് ഒരു പണ്ഡിതന്റെ മരണമെന്ന് നബി പാകി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് കാണാം. മാനരായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ ആ ഒരു സംഭവം അമ്മാർ ബിൻ അബി അമ്മാർ എന്നവർ പറയുന്നുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സന്ദർഭത്തിൽ ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരുമിച്ച് കൂടി. ആ സന്ദർഭത്തിൽ മഹാനവറുകൾ പറഞ്ഞു, ഹാകദാ ദഹാബുൽ ഇൽമി, ഇങ്ങനെയാണ് ഇൽമ നഷ്ടപ്പെട്ടു പോകല്. ലഖദ് ദുഫിനൽ യൗമ ഇൽമുൻ കസീർ, ഇന്ന് നമ്മൾ ധാരാളം ഇൽമ നമ്മൾ മറമാടിയിട്ടുണ്ട് എന്ന് മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്വഹാബ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ അസ്ലം ഹസനി ഉസ്താദിന്റെ മരണമെന്ന് പറയുന്നത് വലിയ ഒരു വിടവാണ് നമുക്കുള്ളത്. കാരണം വലിയൊരു പണ്ഡിതന്റെ മരണമാകുമ്പോൾ അത് തീരാ നഷ്ടമാണ്. കാരണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇൽമ ഇസ്ലാമിന്റെ ജീവനാണെന്ന് നമുക്കറിയാം. ഇൽമ ലഭിക്കണം, ഇൽമിന്റെ ജീവൻ എന്ന് പറയുന്നത് മുദാക്കറയാണ്, പരസ്പര ചർച്ച ചെയ്ത് നാം പഠിക്കണം. അപ്പോഴേ ഇൽമിന് ജീവൻ ലഭിക്കുകയുള്ളൂ. ഇൽമിന് ജീവനുണ്ടെങ്കിലേ ഇസ്ലാമിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഒരു പണ്ഡിതന്റെ വിയോഗം അത്രയും വലിയ ഒരു നഷ്ടം തന്നെയാണ്. എങ്കിലും ഒരു വിദ്യാർത്ഥിയായി, ഒരു പണ്ഡിതനായി ജീവിച്ച ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ മരണം നമുക്ക് വലിയൊരു പ്രത്യാശയാണ്. ആ ഒരു റൂട്ടിലൂടെ ജീവിച്ചത് കൊണ്ട് തന്നെ വലിയൊരു പ്രത്യാശ നമുക്ക് നൽകുന്നുണ്ട്. ഉസ്താദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതുപോലുള്ളൊരു ജീവിതങ്ങളൊക്കെ ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഒരു വിചിന്തനം നടത്തി ആ റൂട്ടിലൂടെ നമ്മളും സഞ്ചരിക്കാൻ നമ്മളും ഒരു പ്രതിജ്ഞ എടുക്കണം. ഇൽമിന്റെ മഹത്വവും ഉസ്താദിന്റെ ജീവിതവും എന്ന് നമ്മൾ പഠിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളൊക്കെ ഇൽമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരും ഇൽമിനെ സ്നേഹിക്കുന്നവരുമാണ് ഇവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ പടച്ചതിനാലുള്ള പ്രധാനപ്പെട്ട 2 ലക്ഷ്യം തന്നെ ഇൽമും ഇബാദത്തുമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഉണർത്തി, അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന
ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹ് സൂചിപ്പിച്ചത് ആകാശഭൂമികൾ അല്ല പടച്ചത് ലിതഅലമു, നിങ്ങൾ അറിവുള്ളവരാവാൻ വേണ്ടിയാണ്. അള്ളാഹിനെ സംബന്ധിച്ച് അറിയണം, എല്ലാ വിധത്തിലുള്ള വിവരവും വേണം, പ്രത്യേകിച്ച് ഇൽമു തൗഹീദ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിവരം. ഈ ആയത്ത് ഇൽമിന്റെ മഹത്വത്തെ വിളിച്ചോതുന്നു എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം. പിന്നെ സാധാരണ നമ്മളൊക്കെ കേൾക്കുന്ന വാഹലത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നമ്മെ പഠിച്ചിട്ടുള്ളത്. ഈ ആയത്ത് ഇബാദത്തിന്റെ മഹത്വത്തെയും വിളിച്ചോതുന്നു എന്ന് ഇമാമിങ്ങളെ രേഖപ്പെടുത്തിയത് കാണാം. ഈ അർത്ഥത്തിൽ ഈ രണ്ടായത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനരായ അലവി സഖാഫ് എന്നവര് മുഖ്തസർ ഫവാഹിദിൽ മക്കിയന്റെ ആമുഖത്തിൽ മഹാനവറുകൾ പറയുന്നത് കാണാം, ഏതൊരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം, അവന്റെ എല്ലാവിധ അനക്കവും അറക്കത്തും സുഖൂനും എല്ലാം ഈ രണ്ട് കാര്യത്തിലൂടെ മാത്രമാവണമെന്ന്, ഇൽമും ഇബാദത്തിലൂടെയാവണം. അപ്പൊ നമ്മുടെ ഏത് ചലനവും, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് നമ്മൾ ഇബാദത്താക്കി മാറ്റണം. ഇബാദത്തായ കാര്യങ്ങൾ പിന്നെ അത് ഇബാദത്ത് തന്നെ. നേരെ മറിച്ച് ഇബാദത്തല്ലാത്ത നാം സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കലും, നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നതും, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നാം അതുക്കിയൊക്കെ ഓതിയവരാണ്. അപ്പോ ഏത് മുബാഹായ കാര്യങ്ങളും അടിസ്ഥാനമായി കൂലി ലഭിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് നിയ്യത്ത് കൊണ്ട് നമുക്കത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. ഭക്ഷണം കഴിക്കുമ്പോൾ ഇബാദത്തെടുക്കാനുള്ള ഖുവ്വത്ത് ലഭിക്കാനാണ്, ശരീരത്തിന്റെ കടമ വീട്ടുകയാണ്. ഇങ്ങനെയുള്ള എന്തെല്ലാം നിയ്യത്ത് നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധിക്കുമോ, നിയ്യത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ കർമ്മത്തിന്റെ പ്രതിഫലം വർദ്ധിക്കുമെന്ന് ആനരായി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒക്കെ രേഖപ്പെടുത്തിയത് കാണാം. ആ അടിസ്ഥാനത്തിൽ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, ഇപ്പൊ വീട്ടില് സ്ത്രീകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവര് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു സംഗതിയാണല്ലോ. ആ നിലക്ക് അവരോടുള്ള ആ ഒരു മുആശറത്ത്, കൂട്ടജീവിതമാകുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ, ആ ഒരു ഭാഗത്തിലൂടെയാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് രാവിലെ തന്നെ നിയ്യത്ത് വെച്ചാൽ, ആ സ്ത്രീ ചെയ്യുന്ന അടുക്കളയിലാണെങ്കിലും അവര് ചെയ്യുന്നതൊക്കെ ഒരു ഇബാദത്തായി മാറ്റിയെടുക്കാൻ സാധിക്കും. എന്ന പോലെ മഹാന്മാര് പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു അടിമയുടെ ജീവിതം ഇൽമ ഇബാദത്തിലായി തന്നെയാവണം അവന്റെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, മഹാനരായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ. നാം എന്നും ദുആ ചെയ്യുന്നൊരു ദുആയാണ് അല്ലെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ. ആയത്ത് വിശദീകരിച്ചത് തന്നെ ഈ ഒരു ഹജ്ജിന്റെ വേളയിലുള്ളതാണ്. ഹജ്ജിൽ നിന്ന് വിരമിച്ച് ദുആ ചെയ്യുന്നവരുണ്ട്, വെറും ദുനിയാവ് ചോദിക്കുന്നവരുണ്ട്, അവർക്ക് ആഖിറത്തിൽ ഒന്നും ലഭിക്കില്ല എന്നും. ദുനിയാവും ആഖിറവും ചോദിക്കുന്നവരുണ്ട്, ആ കൂട്ടത്തിൽ ദുആ ചെയ്യുന്നവരാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസന. ദുനിയാവിലെ നന്മ തരണേ, ആഖിറത്തിൽ നന്മ തരണേ എന്ന്. ഈ ദുനിയാവിലെ നന്മ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മഹാനരായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇൽമും ഇബാദത്തുമാണ്. ദുനിയാവിലെ ഹസനത്ത് എന്ന് പറയുന്നത് ഇൽമും ഇബാദത്തും. പല തഫ്സീറുകൾ ഉണ്ടാകും. മഹാനരായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞ തഫ്സീർ ഇൽമും ഇബാദത്തുമാണ്, ആഖിറത്തിലെ സ്വർഗവുമാണ്. ആ അർത്ഥത്തിൽ മഹാനരായ അസ്ലം ഹസനി ഉസ്താദ് അവറുകൾ ആ ഒരു നന്മ, ദുനിയാവിൽ ആ ഒരു നന്മ കൈവരിച്ച്, ഇൽമും ഇബാദത്തും കൈവരിച്ച് ഒരു ധന്യരാണ് അസ്ലം ഹസനി ഉസ്താദ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മഹാന്മാരായ, മാത്രമല്ല മഹാനരായ ശംസുദ്ദീൻ റംലി തങ്ങൾ പറഞ്ഞത് കാണാം, ഇദാ റഅയ്ത മിൻ നഫ്സിക അന്നല്ലാഹ അഖാമക ഫീ ത്വലബിൽ ഇൽമി കാന ദാലിക ദലീലൻ അലാ അന്നല്ലാഹ അറാദ ബിക ഖൈറ. ഇൽമിന്റെ മേഖലയിലായി, ഇൽമ പഠിക്കുന്നതിലായി അല്ലാഹു നിന്നെ നിർത്തി എന്ന് നിനക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. നിന്നെ കൊണ്ട് അല്ലാഹു ഖൈർ ഉദ്ദേശിച്ചു എന്നതിന്റെ ഒരു തെളിവാണെന്ന് മഹാനരായ ശംസുദ്ദീൻ റംലി തങ്ങൾ പറഞ്ഞത് കാണാം. ഈ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലം ഹസനി ഉസ്താദിനെ തെരഞ്ഞെടുത്തത് ആ ഒരു നന്മയുടെ വഴിയിലേക്കായിരുന്നു. ആ ഒരു നന്മയുടെ വഴിയിലായിരുന്നു ഉസ്താദിന്റെ ജീവിതം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഇനി നമ്മള് പഠനകാലത്തെ വിനയവും വിജയവും നമ്മൾ നോക്കുമ്പോൾ
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനകാലത്തെ വിനയവും വിജയവും അത് അവനുണ്ടാകേണ്ട ഒരു ഗുണമാണ്. ഇവിടെ എൻ്റെ മുന്നിലുള്ള വിദ്യാർത്ഥികൾ ഞാനടക്കം ഓർക്കേണ്ട ഒരു ഉദ്ധരണിയാണ് മഹാനരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി. ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ലാ യത്ലുബു ഹാദൽ ഇൽമ അഹദുൻ ബിത്തമല്ലുലി വഇസ്സിൻ നഫ്സി ഫയുഫ്ലിഹ് വലാകിൻ മൻ ത്വലബഹു ബിദില്ലത്തിൻ നഫ്സി വദീഖിൽ ഐശി വഖിദ്മത്തിൽ ഉലമാഇ അഫ്ലഹ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത്, ഒരാൾ ഇൽമ പഠിക്കുന്നു, അവന് മടിയോടുകൂടെയാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഠനത്തിൽ അവന് മടിയാണ്, അവനൊരു വിനയമില്ലാത്ത ഒരു പഠനമാണ് അവൻ്റെ പഠനം, എങ്കിൽ അവന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. തുടർന്ന് മഹാനവറുകൾ പറഞ്ഞു, വലാകിൻ ത്വലബഹു ബിദില്ലത്തിൻ നഫ്സ്, നല്ല വിനയത്തോടുകൂടി വിനയാന്വിതനായി ഒരാൾ പഠിക്കുന്നു. വദീഖിൽ ഐശി, ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളെ തരണം ചെയ്തുകൊണ്ട് അവൻ പഠിക്കുന്നു. ഹിദ്മത്തിൽ ഉലമായി, ഉലമാഇനെ സേവിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഹിദ്മ ചെയ്തുകൊണ്ട് അവൻ ജീവിക്കുന്നു, എങ്കിൽ അഫലഹ, അവൻ വിജയിച്ചു എന്ന് മഹാനരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉണർത്തിയത് കാണാം. ഈ അർത്ഥത്തിൽ അസ്ലം ഹസൻ ഉസ്താദിന്റെ ജീവിതം ഈ ഒരു പഠനകാലവും പഠനത്തിന്റെ ശേഷവും മഅദിനിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലും ഉസ്താദ് അവറുകൾ പഠിക്കുക തന്നെയായിരുന്നു. ഞങ്ങൾ പല സന്ദർഭത്തിലും ഉസ്താദുമാരുടെ ക്ലാസ്സിലേക്ക് പോകാറുണ്ട്, ഇയാസുന്നിലേക്ക് വരാറുണ്ട്, പിന്നെ ചെങ്ങാനിയിലേക്കും ഞങ്ങൾ ക്ലാസ്സിന് പോകാറുണ്ട്. ഉസ്താദ് അവറുകൾ വഫാത്താകുന്ന ബുധനാഴ്ച രാത്രി അന്നും ഉസ്താദ് ക്ലാസ്സിന് വേണ്ടി ഇറങ്ങിയതാണ്. അതിൻ്റെ മുമ്പുള്ള ഞായറാഴ്ചയും ഞങ്ങൾ ചെങ്ങാനിയിലേക്ക് അബ്ദുൽ ഉസ്താദിൻ്റെ ദക്കായിക്ക് ക്ലാസ്സിന് ഒന്നിച്ചു പോയവരാണ്. എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ ഒന്നിച്ചാണ് പോകാറുണ്ടായിരുന്നത്. ആ ഒരു അർത്ഥത്തിലും ഉസ്താദ് അവറുകൾ ബിദില്ലത്തിൻ നഫ്സ്, വിനയാന്വിതനായി, കാരണം ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള വലിയൊരു ഉസ്താദാണ്. മാത്രമല്ല ആ ശിഷ്യന്മാർക്ക് ശിഷ്യന്മാരുമായി ഇങ്ങനെ ഉസ്താദിന്റെ ശിഷ്യ പരമ്പര, എന്നിട്ടും ഉസ്താദ് വിനയാന്വിതനായി കൊണ്ട് തന്നെ ഇൽമ വീണ്ടും വീണ്ടും പഠിക്കുന്നു. ജീവിതത്തിലുള്ള പ്രാരാബ്ധങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. വലിയ പ്രാരാബ്ധങ്ങളായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത്. അതൊക്കെ തരണം ചെയ്ത് ഹിദ്മത്തിൽ ഉലമാഇനുള്ള സേവനം, ഉലമാഇന്റെ സേവനം, ഈ വിഷയത്തിലും ഉസ്താദ് അവറുകൾ പിന്നെ തൻ്റെ ഉസ്താദുമാരോടുള്ള വിനയത്തിലും ഇൽമിനോടുള്ള ആ ഒരു ആർത്തിയും ഈ വിഷയത്തിൽ ഉസ്താദ് അവറുകൾ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ച ആ ഒരു വിജയം, ആ ഒരു രൂപത്തിലാണ് നമ്മുടെയും പഠനം ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊന്ന് ഇൽമും അമലും. ഇൽമ മാത്രം നമുക്കുണ്ടായാൽ പോരാ, മറിച്ച് നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഇബാദത്ത് കൂടി വേണമെന്ന് അതും അസ്ലം ഹസൻ ഉസ്താദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിതം ആ രൂപത്തിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, ഇൽമ് മഹാന്മാര് പരിചയപ്പെടുത്തിയത് ഇൽമ് ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷത്തിനോടാണ് ഇൽമിനെ തുലനം ചെയ്തത്. ഇൽമ ഒരു വൃക്ഷവും ഇബാദത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഫലവുമാണ്. മഹത്വമുള്ളത് വൃക്ഷത്തിനാണെങ്കിലും, പക്ഷെ ആ വൃക്ഷം കൊണ്ട് ഉപകാരം കിട്ടുന്നത്, മനുഷ്യന് ഉപകാരപ്പെടുന്നത് അതിൻ്റെ ഫലങ്ങളാണ്. അതുകൊണ്ട് ഇബാദത്തില്ലാത്ത ഇൽമ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. മഹാന്മാര് തന്നെ പറഞ്ഞത് കാണാം, ഖൈറുൽ ഇൽമി മാ നഫഅ, ഇൽമിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഇൽമെന്ന് പറയുന്നത് മാ നഫഅ, ഉപകാരപ്രദമായ ഇൽമാണ്. വഇന്നമാ യൻഫഉ അല്ലാഹു ബിൽ ഇൽമി മൻ അലിമഹു വഅമില ബിഹി, ഇൽമ കൊണ്ട് അല്ലാഹു ഉപകാരം ചെയ്യുന്നത് ആർക്കാ? അത് പഠിക്കുകയും ആ പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവർക്കാണ്. വലാ യൻഫഉ ബിഹി മൻ അലിമഹു സുമ്മ തറക്കഹു, മഹാന്മാരെ രേഖപ്പെടുത്തി, ഇൽമ പഠിച്ചു, പക്ഷെ ആ ഇൽമ പഠിച്ചതനുസരിച്ചുള്ള പ്രവർത്തനം ജീവിതത്തിൽ ഇല്ല എങ്കിൽ അവൻ അല്ലാഹു അതുകൊണ്ട് ഉപകാരം ചെയ്യില്ല എന്ന് മഹാനരായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഊതിയ ഇൽമൻ ലാ യസ്ദാദു ഫീഹി ഖൗഫൻ വഹുസനൻ വബുകാഅൻ ഹഖീഖുൻ ബിഅല്ലാ യകൂന ഊതിയ ഇൽമൻ യൻഫഉ. ഒരാൾക്ക് ഇൽമ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട്, ധാരാളം ഇൽമ ലഭിക്കുന്നുണ്ട്, പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി വരുന്നില്ല,
അവന് കരച്ചിൽ വരുന്നില്ല. അള്ളാഹുവിനെ ആലോചിച്ച് എന്ന പോലെ നമ്മളിൽ നിന്ന് തെറ്റ് സംഭവിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചൊരു പേടിയുമില്ല. ഈ രൂപത്തിലാണ് ഒരുത്തൻ്റെ ജീവിതമെങ്കിൽ അവന് ഉപകാരപ്രദമായ ഇൽമ ലഭിച്ചിട്ടില്ല എന്ന് മഹാനരായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയത് കാണാം. മാനവറുകൾ എന്നിട്ട് തുടർന്ന് ഒരു ആയത്ത് പറയുന്നുണ്ട്, അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂന വതദ്ഹഖൂന വലാ തബ്കൂൻ. അതുകൊണ്ട് ആ വിഷയത്തിലും ഉസ്താദവറുകളുടെ ജീവിതം എന്നല്ല, ഒരു അടിമയുടെ ജീവിതം, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കടന്നു പോകേണ്ടത് തന്നെ 4 ഭിത്തികളിൽ പടുത്തുയർത്തിയ ഒരു ജീവിതമാവണം. ഉസ്താദവറുകളുടെ ജീവിതം ആ രൂപത്തിൽ 4 ഭിത്തികളിൽ പടുത്തുയർത്തിയ ഒരു ജീവിതമായിരുന്നു. ഏതൊരു മുഅ്മിനായ മനുഷ്യനും ഉണ്ടാവേണ്ട 4 കാര്യങ്ങൾ: ഒന്ന് ഇൽമ വേണം, മറ്റൊന്ന് അമല് വേണം, അത് ഇബാദത്ത് വേണം, മറ്റൊന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് ഖൗഫ്. കാരണം നമുക്ക് റൂട്ട് തിരിയാനാണ് ഇൽമെന്ന് പറയുന്നത്. റൂട്ട് അറിയാത്തവന്, വഴി അറിയാത്തവൻ അന്ധനായി മാറും. ഞങ്ങൾ ഒരുപാട് വർഷം ഒന്നിച്ച് ജീവിച്ചവരാണ്. ഉസ്താദവറുകൾ തഹജ്ജുദിന് നേരത്തെ എണീക്കും. ഒന്നിച്ച് ഞങ്ങൾ റൂമിലുണ്ടായവരുമാണ് കുറച്ചു കാലം. ആ സന്ദർഭത്തിലും ഉസ്താദ് എണീച്ചത് കണ്ടാണ് ചിലപ്പോൾ നമ്മളൊക്കെ എണീക്കൽ. ഉസ്താദ് എണീറ്റ് തഹജ്ജുദും നിസ്കാരവും ഖുർആനോത്തും ദുആയും പിന്നെ കുട്ടികളെ വിളിക്കലും, അവിടെ നിന്ന് ആ സുബഹിന്റെ മുമ്പ് തന്നെ ജീവിതം തുടങ്ങുന്നു, പഠിച്ചതനുസരിച്ചുള്ള ജീവിതം. പിന്നീട് ഇൽമ നുകർന്നു കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ ദുഹായുടെ സമയം വരുമ്പോൾ ദുഹ നിസ്കരിക്കുന്നു, വീണ്ടും ഇൽമ പഠിപ്പിക്കുന്നു. നിസ്കാരം വരുന്നു, ദോഹർ നിസ്കാരം വരുന്നു. ദോഹറിന്റെ മുമ്പുള്ള 4 റക്അത്തും ശേഷമുള്ള 4 റക്അത്തും, ഇങ്ങനെ മുഅക്കദും വൈറുമുഅക്കദുമായ എല്ലാം ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അസ്ലം ഹസൻ ഉസ്താദ്. വൈകുന്നേരമായാൽ വിർദുൽ ലത്തീഫ് മഹാനരായ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് തഖബ്ബലല്ലാഹു ഉംറഹു മഅസിഹത്തി വൽ ആഫിയ ഉസ്താദ് അവറുകളിൽ നിന്ന് ലഭിച്ച വിർദുൽ ലത്തീഫും എന്ന പോലെ തന്നെ ദലായിലുൽ ഖൈറാത്തും അദ്ദാദും എല്ലാം പതിവാക്കിയിരുന്ന എന്ന പോലെ ഇശാമാരിമിൻ്റെ ഇടയിൽ തബാറക്കയും ഇദാവക്കാത്തിയും അവ്വാബി നിസ്കാരവും, ഇങ്ങനെ ഇൽമും ഇബാദത്തും കൂടി കൊണ്ടു നടന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അസ്ലം ഹസൻ ഉസ്താദ്. എന്ന പോലെ ഇൽമും ഇബാദത്തും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇഖ്ലാസും കൂടി വേണം. അള്ളാഹുവിനെ മാത്രം, അള്ളാഹുവിൻ്റെ വജീദ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജീവിതമാവണം. ആ വിഷയത്തിലും ഉസ്താദ് അവരുടെ ഇടപെടൽ ഒരിക്കലും ആളാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്നോ ആളുകൾ അറിയണമെന്നോ എന്ന ലക്ഷ്യത്തിലായിരുന്നില്ല. എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഒരാലിമിന് മഹാനരായ അദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമിന്റെ ലദ്ദത്ത് അവൻ അനുഭവിക്കുന്നത് ലാ യജിദുൽ ആലിമു ലദ്ദത്തൽ ഇൽമി ഹത്താ യുഹദ്ദിബ നഫ്സഹു വഅഖ്ലാഖഹു വയസ്തഖീമ അലൽ കിതാബി വസ്സുന്ന വയർമിയ ബിദിയാസത്തി തഹ്ത ഖദമി. മഹാനരായ അദ്ദാദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു, ലാ യജിദുൽ ആലിമു ലദ്ദത്തൽ ഇൽമി, ഒരു പണ്ഡിതൻ ഇൽമിന്റെ ലദ്ദത്ത് അനുഭവിക്കണമെങ്കിൽ ഹത്താ യുഹദ്ദിബ നഫ്സഹു വഅഖ്ലാഖഹു, ശരീരത്തെ സംസ്കരിച്ചെടുക്കണം, സ്വഭാവ സംസ്കരണം വേണം. എന്ന പോലെ തന്നെ വയസ്തഖീമ അലൽ കിതാബി വസ്സുന്ന, അഹ്ലുസ് സുന്നത്തി വജമാഅത്തിൽ അടിയുറച്ചുള്ള വിശ്വാസം, അടിയുറച്ചുള്ള ജീവിതം. വയർമിയ ബിദിയാസത്തി തഹ്ത ഖദമി, നേതൃമോഹം എന്നത് തീരെയില്ലാതെ, ഒരു നേതൃസ്ഥാനം കിട്ടുമ്പോൾ, നാം ചോദിക്കാതെ ഒരു സ്ഥാനം കിട്ടുമ്പോൾ അത് വേണ്ട എന്ന് വെക്കുകയല്ല. അത് അല്ലാഹു തആല നമുക്ക് അവസാനമായി തരുന്നുവെങ്കിൽ, നമ്മൾ ചോദിക്കാതെ കിട്ടുന്ന ഒരു നേതൃത്വമാണെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ബറക്കത്തുണ്ടാകുമെന്ന്, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിച്ചതാണ്. അതല്ലാതെ ഒരു നേതൃമോഹം എന്നുള്ള രൂപത്തിലുള്ള ഒരു ജീവിതവും ഇല്ലാതെ ഈ 4 വിശേഷണങ്ങളും അസ്ലം ഉസ്താദിൽ ഒത്തിണങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൽമിന്റെ ലദ്ദത്ത് ഒരു ആലിമിന് അറിയണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അവന്റെ ഇൽമിന്റെ ലദ്ദത്ത് അറിയൂ എന്ന് മഹാനരായ ആരാ പറഞ്ഞ് ഇമാം അദ്ദാദ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ആ വിഷയത്തിലും ഉസ്താദ് അവറുകൾ വിജയിച്ചവരാണ്. എന്ന പോലെ മനോഹരമായ പര്യവസാനം അഥവാ ഷഹാദത്തിന്റെ പദവി, ആ വിഷയത്തിലും ഉസ്താദിന്റെ ജീവിതം നോക്കുമ്പോൾ
ഹബീബാഹിനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജഅൽ മൗതു ലിതാലിബിൽ ഇൽമി വവാല ഹാദിഹിൽ ഹാല മാത വഹുവ ഷഹീദ്. ഒരാൾ ഇൽമ തേടിക്കൊണ്ടിരിക്കുന്നു, ഇൽമ പഠിക്കുന്ന മേഖലയിലാണ്, ഇഖ്ലാസോടുകൂടി ഇൽമ പഠിക്കുന്നു എങ്കിൽ ആ സന്ദർഭത്തിലാണ് അവന് മരണം വന്നതെങ്കിൽ മാത വഹുവ ഷഹീദ്, അവന്റെ മരണം ഷഹീദിന്റെ മരണമാണ്. ആഖിറത്തിൽ അവൻ ഷഹീദാണ്, അതിന്റെ പ്രതിഫലം അവന് ലഭിക്കും. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായി വന്ന ഒരു അപകടവും ആ നിലക്കും ഷഹീദാണ്. ഇൽമിന്റെ മേഖലയിൽ എന്ന് പറയുമ്പോൾ ഇൽമിന്റെ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഇൽമ ദർസ് നടത്തിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിന്റെ പുറമെ കിതാബും കയ്യിൽ പിടിച്ച് ത്വയ്ഫ കയ്യിൽ പിടിച്ചാണ് ഉസ്താദ് ഇറങ്ങി വരുന്നത്. ഇൽമ തേടിക്കൊണ്ടുള്ള വഴിയിൽ തന്നെയാണ് മൻസലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിൽ ഒരാൾ പ്രവേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുത്തിർന്ന് നമ്മൾ ഇൽമ പഠിക്കുന്നു എങ്കിൽ നമ്മൾ ഇൽമിന്റെ വഴിയിലാണ്. ഇത് അങ്ങനെ ഇൽമിന്റെ വഴിയിൽ തന്നെയാണ്, ഇൽമിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ്. ഹിസ്സിയായും മാനവിയായും ഇൽമിന്റെ വഴിയിലായിരുന്നു. ആ സന്ദർഭത്തിലാണ് മരണം വന്നത്. അപ്പോഴും മാത വഹുവ ഷഹീദ്, ഷഹീദിന്റെ പ്രതിഫലമുള്ള മരണങ്ങളൊക്കെ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അതിന്റെ കൂലി അല്ലാഹ് ഏറ്റിട്ടുണ്ട്. അതിന്റെ കൂലി ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അല്ലാഹുവിന്റെ മേൽ സ്ഥിരപ്പെട്ടു പോയി. അല്ലാഹ് അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ലാഹ്ക്ക് നിർബന്ധമാണെന്നല്ല, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ്ക്ക് ഒന്നും നിർബന്ധമില്ല. അത് മുഅ്തസിലി വാദമാണ്, പിയച്ച വിഭാഗത്തിന്റെ ഒരു വാദമാണത്. അങ്ങനെ നിർബന്ധമാണെന്നല്ല, അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ആ അർത്ഥത്തിലും അസ്ലം ഹസൻ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിനുള്ള കൂലി അല്ലാഹുവിന്റെ അടുക്കൽ സുനിശ്ചിതമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഉസ്താദ് അവർകൾ ഇതുവരെ നടത്തിയ ഉസ്താദിന്റെ താലീം പഠന മേഖല അത് ഒരു ജാരിയായ സ്വതക്കയായി നാളെ ആഖിറത്തിൽ ഉസ്താദിന് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയും നമുക്കുണ്ട്. അല്ലാഹു ആ രൂപത്തിലാക്കി കൊടുക്കട്ടെ. ഏറ്റവും വലിയ ജാരിയായ സ്വതക്ക എന്ന് പറയുന്നത് സമ്പത്തിന്റെ സ്വതക്കയല്ല. സമ്പത്ത് അത് തീർന്നു പോകും. നേരെ മറിച്ച് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അഫ്ളലുസ് സ്വതഖത്തി അൻ യതഅല്ലമൽ മർഉൽ മുസ്ലിമു ഇൽമൻ സുമ്മ യുഅല്ലിമഹു മുസ്ലിം. പിന്നെ അഖൻ, വേറൊരു മുസ്ലിമായ അഖനിക്ക് ആദ്യം ഇൽമ പഠിക്കുന്ന ഒരാള്, എന്നിട്ട് വേറൊരു മുസ്ലിമിനെന്തെയ്യുന്ന മുസ്ലിമായ തന്റെ അഖിന് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു വിജ്ഞാനമാണ് യഥാർത്ഥ സ്വതക്ക എന്ന് പറയുന്നത്. കാരണം അതൊരിക്കലും മുറിഞ്ഞു പോകില്ല. അത് നിലക്കാത്ത ജാരിയായ സ്വതക്കയായി അത് അവശേഷിക്കുമെന്ന് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. കാരണം സ്വന്തം പഠിക്കുന്നു, സുമ്മ യുഅല്ലിമഹു അഖാഹുൽ മുസ്ലിം, പിന്നെ മുസ്ലിമായ അഖിന് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവസാനമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ മരണത്തിൽ നിന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതികളാണ്. ഉസ്താദവറുകൾ മരണം നല്ല രൂപത്തിൽ പോയി. ഇനി നാമും എപ്പോഴാണ് നമ്മുടെ ഈ ദുനിയാവിൽ നിന്നുള്ള വിട്ടുപോക്കെന്ന് നമുക്കറിയില്ല. അതിന് നമ്മളിൽ ഉണ്ടാവേണ്ടത്, പരലോക വിജയം കൊതിക്കുന്ന ഏതൊരാൾക്കും അവർ 5 കാര്യം പതിവാക്കണമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. ഒന്ന്, അയ്യംന അനഫ്സഹു മിനൽ മആസി, മഅസിയത്തുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് തന്റെ ശരീരത്തിന് തടയണം. വനഹൻ നഫ്സാനില്ലവ ഫഇന്ന ജന്നത ഹിയൽ മഅവ, തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മൾ പോകാതെ, പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ മാസം അശ്ഹറുൽ ഹുറുമിൽപ്പെട്ടതാണ്. അല്ലാഹു തആല ആദരിച്ച 4 മാസങ്ങളിൽപ്പെട്ട വളരെ പവിത്രമായ മാസമാണ്. ഇതിൽ തെറ്റ് ചെയ്താൽ കുറച്ച് പ്രയാസം, കുറച്ച് ശിക്ഷ കൂടും. പല തദ്രിമൂ ഫീ അൻഫുസകും എന്ന് പറഞ്ഞല്ലോ ഔക്കമാക്കാൻ. അപ്പോ നമ്മൾ ഇന്നൊരു പ്രതിജ്ഞ എടുത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റ് ചെയ്യാതെ ഞാൻ ജീവിക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുമെന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഇതാണ് ഈ ഒരു അനുസ്മരണം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു ഗുണം കൂടി. അപ്പോൾ ഒന്ന് യംന അനഫ്സഹു മിനൽ മആസി, ഒന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ശരീരത്തെ തടയണം. മറ്റൊന്ന് അൻയർദ ബിൽ യസീരി മിന ദുനിയ, ദുനിയാവിൽ നിന്നുള്ള യസീർ കൊണ്ട്, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടുക. അതുകൊണ്ട് പിന്നെ കൂടുതൽ ദുനിയാവ് സമ്പാദിക്കണ്ട എന്നല്ല, ഹലാലായ രൂപത്തിൽ എത്രയും സമ്പാദിക്കുക, അത് നല്ല മാർഗത്തിൽ ചെലവഴിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. ആ രൂപത്തിലൊക്കെ വേണം. പക്ഷേ ഇനിയും വേണം എന്നുള്ള ആർത്തി കൊണ്ട്
നമ്മളെ ഹറാമിൽ ചെന്നപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എന്ന പോലെ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ എന്ന അന്ന് എനിക്കത് തന്നില്ലല്ലോ എന്ന ആവലാതി ഇല്ലാതെ അന്ന് തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക. ഹബീബാഗി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മെ പഠിപ്പിച്ചത്. മുകളിലുള്ളവരിലേക്ക് നമ്മൾ നോക്കരുത്. ദുനിയാവിന്റെ കാര്യത്തിൽ, ആഖിറത്തിന്റെ കാര്യത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കണം. അവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, ഞാന് നിസ്കരിക്കുന്നില്ലല്ലോ, അവൻ ഞാനും നിസ്കരിക്കണമല്ലോ. അവന് എന്നിലേറെ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, എന്നിലേറെ കൂടുതൽ കിതാബ് ഓതി പഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാനും അതുപോലെയാവണം, അതിലപ്പുറം ആവണം എന്ന ഒരു ഉദ്ദേശത്തിലാവണം നമ്മുടെ ജീവിതം. ആഖിറത്തിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. എങ്കിൽ അള്ളാഹു ചെയ്തു തന്ന നിഅ്മത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാകും. നമുക്ക് ശുക്ർ ചെയ്യാനുള്ള മനസ്സ് നമുക്ക് അപ്പോഴേ വരുള്ളൂ. അതല്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്ന ഒരു മനസ്സാണെങ്കിൽ എപ്പോഴും നമുക്ക് ടെൻഷനായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എൻ്റെ അത്രയും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്, ഒന്നുമില്ലാത്ത എത്രയോ പാവങ്ങളുണ്ടല്ലോ എന്നാലോചിച്ചാൽ, ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ വരുമ്പോൾ, ഉംറയൊക്കെ കഴിഞ്ഞ് ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 പെട്ടിയുള്ള ആള് ചിന്തിക്കേണ്ടത് 3 പെട്ടിയുള്ള ആളല്ല നോക്കേണ്ടത്. എനിക്ക് 2 പെട്ടി ഉണ്ടല്ലോ, 1 പെട്ടി മാത്രമുള്ള ആളുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കണ്ടേ. 1 പെട്ടിയുള്ള ആള് 1 പെട്ടിയുള്ള ആള് അതെ, ഒന്നുമില്ലാതെ വരുന്നവരുണ്ടാവാം. ഒന്നുമില്ലാതെ വരുന്ന ആള് ചിന്തിക്കേണ്ടത് എനിക്ക് ഹജ്ജ് ചെയ്യാനെങ്കിലും തോഫീക്ക് കിട്ടിയല്ലോ, പെട്ടില്ലെങ്കിലും. ഇങ്ങനെ നമ്മൾ താഴെയുള്ളവരിലേക്ക് പിന്നെ താഴെയുള്ള വിഷയത്തിലേക്ക് നോക്കിയാൽ തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. നമുക്ക് ടെൻഷനില്ല. അപ്പൊ നമുക്ക് ശുക്ർ ചെയ്യാനും സാധിക്കും. ലൈൻ ശകർത്തും ലാസീദന്നക്കും വലൈൻ കഫറത്തും ഇന്ന അദാബി ലശദീദ്. ആ വിഷയത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോ എന്താ പറഞ്ഞ്, രണ്ടാമത്തെ കാര്യം അഞ്ഞർദാബിൽ യസീരി മിന ദുനിയ. മൂന്നാമത്തത് എന്താ, അയ്യക്കൂന ഹരീസൻ അല ത്വആത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം, ഒരു ത്വര നമുക്ക് വേണം. എല്ലാ ത്വആത്തുകളുമായി ബന്ധപ്പെടുക. ഫൈനൽ ഇസ്തിഗ്ഹാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വആത്ത് ഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്ത്. നമ്മൾ അസ്ലം ഹസൻ ഉസ്താദ് എപ്പോൾ പ്രസംഗിക്കാൻ നിൽക്കുകയാണെങ്കിലും ഉസ്താദ് ഇതാണ് പറയല്, ഫൈനൽ ഇസ്തിഗ്ഹാല ബിൽ ഇൽമി മിൻ അഫ്ദലി ത്വആത്ത് ഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്ത്. അപ്പൊ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് നിയ്യത്തോട് നല്ല ഇഖ്ലാസോടു കൂടിയുള്ള ഇൽമ പഠനം തന്നെയാണ്. അപ്പൊ ആ ത്വഅത്തിന്റെ മേൽ ഏത് ത്വഅത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഏത് ത്വഅത്തും ഒന്നും നിസാരമായി കാണരുത്. ഇപ്പൊ പള്ളിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് നമ്മൾ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ഇനി തയ്യത്ത് നിസ്കരിക്കാൻ നമുക്ക് അപ്പോൾ സാധിച്ചില്ല എങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലലുണ്ടല്ലേ, എത്ര വട്ടം? 4 വട്ടം ചെല്ലുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, നമ്മൾക്ക് ഏത് ഇബാദത്ത് കൊണ്ടാണ് രക്ഷപ്പെടുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ ചിലപ്പോൾ സ്വീകാര്യമായത് നാം നിസാരമായി കണ്ട ഏതെങ്കിലും ഒരു നന്മയായിരിക്കും. അപ്പൊ ത്വഅത്തിന്റെ മേലെ ഹരീസാവ. മറ്റൊന്ന് അൻയുഹിബ്ബ സ്വാലിഹീന വഅഹ്ലൽ ഖൈരി വയുജാലിസഹും വയുഖാലിതഹും. സ്വാലിഹികളുമായി ഇടപെടുക, സ്വാലിഹികളുമായി കൂടി ജീവിക്കുക. ആ വിഷയത്തിൽ അസ്ലം ഹസൻ ഉസ്താദ് വിജയിച്ചവരാണ്. ഉസ്താദുമാരുള്ള ഹിദ്മത്തിൽ, പ്രത്യേകിച്ച് റയീസുൽ ഉലമ ഉസ്താദ് അവരുടെ ഖാദിമായിരുന്നു. ആ വിഷയത്തിലും എന്ന പോലെ മറ്റുള്ള ഉസ്താദുമാരുടെ ഒക്കെ മഅദിനിലെ ഉസ്താദുമാർ വരുമ്പോൾ, വലിയ വലിയ ഉസ്താദുമാർ വരുമ്പോൾ അവിടെയും അങ്ങനെ ഉസ്താദുമാർക്ക് ഹിദ്മ ചെയ്യുക. സ്നേഹികളായ ആളുകളെ സ്നേഹിച്ചത് കൊണ്ട് ആ നായക്ക് അല്ലാഹു തആല ഖുർആനിൽ ഒരിടം കൊടുത്തു എങ്കിൽ സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്ന, മഹാന്മാരെ സ്നേഹിക്കുന്ന നമുക്കും അല്ലാഹു തആല അത് തരുമെന്ന് നമുക്ക് ഉറപ്പിച്ചുകൂടെ? എന്നല്ല, നായയെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് ഏതാ? കൽബുഹും ബാസിത്തും ബിൽ വസീദ് എന്നൊക്കെ ഉണ്ടല്ലേ. മഹാന്മാര് മുജറബാത്ത് പറഞ്ഞൊരു കിതാബൊക്കെ ഉണ്ടാവും. മുജറബാത്ത് പറഞ്ഞാല് പരിചയിച്ചറിഞ്ഞ കുറെ സംഗതികൾ. ഇന്നത് ചെയ്തപ്പോ, പലവട്ടം ചെയ്തപ്പോ അതിന്റെ ഫലം കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ വയറിളക്കാനുള്ള ഗുളിക കുടിച്ചാല് അതിങ്ങനെ ഒരു വട്ടം കുടിച്ചു വയറിളകി, പിന്നെയും കുടിച്ചു വയറിളകി, പിന്നെയും കുടിച്ചു വയറിളകി. ഇങ്ങനെ നമുക്ക് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സംഗതി കിട്ടി. തജ്രിബത്ത്, അനുഭവം കൊണ്ട് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്ന മരുന്ന് കുടിച്ചാൽ അത് ഇന്നത് സംഭവിക്കുമെന്ന്. എന്ന പോലെ മഹാന്മാരെ രേഖപ്പെടുത്തുന്നത് കാണാം. നായ പേടി, നായ എന്തെങ്കിലുമൊക്കെ കാട്ടുമെന്നുള്ള പേടി.
മഹാന്മാര് പറയുന്നുണ്ട്, അലംതര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അൽമജൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തുയറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ എന്ന് പറഞ്ഞ് വകൽബുഹും ബാസിത്തുൻ ദിറാഇ ബിൽ വസീദ്. ഇതിങ്ങനെ ആവർത്തിക്കാൻ വകൽബുഹും ബാസിത്തുൻ ദിറാഇ ബിൽ വസീദ്. എങ്കിൽ നായ അവിടെ കുത്തിറക്കുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നായ എണീക്കുകയാണെങ്കിൽ വീണ്ടും വകൽബുഹും ബാസിത്തുൻ ദിറാഇ ബിൽ വസീദ് എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് പിന്നെ എൻ്റെ മുൻഗാമികൾ പറഞ്ഞു, പിന്നെ ജറബ്തു ഫവജത്തുഹു വഹഖ, ഞാനത് പരിചയിച്ചു, പിന്നെ ആ പല പ്രാവശ്യം നോക്കി അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന്. അത്രത്തോളം ആ നായയെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് ഒക്കെ അത്ഭുതം ബാസിത്വം, ആ നായക്ക് അത്രത്തോളം പവർ ലഭിച്ചത് സ്വാലിഹ്യങ്ങളോടുള്ള സ്വയംബത്തായിരുന്നു. മറ്റൊന്ന് മാത്രല്ല, സ്വാലിഹ്യങ്ങൾക്ക് ഹിദ്മ ചെയ്താൽ മൻ ഖദമ സ്വാലിഹീന ഇർതഫഅ ബി ഖിദ്മതിഹി, ആ ഹിദ്മത്ത് കൊണ്ട് അവർ ഉയരുന്നു. ആ വിഷയത്തിലും അസ്ലം ഹസൻ ഉസ്താദ് വിജയിച്ചവരാണ്. സ്വാലിഹ്യങ്ങൾക്ക് ഹിദ്മ ചെയ്താൽ ഇർതഫഅ ബി ഖിദ്മതിഹി, ആ ഹിദ്മത്ത് കൊണ്ട് അവർക്ക് ഉയരാൻ സാധിക്കുമെന്നാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം സ്വാലിഹ്യങ്ങളെ സ്നേഹിച്ചാൽ, അള്ളാഹിന്റെ ഔലിയാക്കളെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പ്രത്യേകം മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. അഹിബ്ബ ഔലിയ അള്ളാഹ്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഔലിയാക്കളാകുമ്പോൾ അവരെ കൽബിലേക്ക് അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകും. അള്ളാഹുവിന്റെ നോട്ടമുണ്ടാകുമ്പോൾ ആ കൽബിൽ നിന്റെ പേരും കൂടി ഉണ്ടെങ്കിൽ നിനക്കും നിന്റെ ദോഷം പൊറുക്കപ്പെടാൻ അതിന് കാരണമാകുമെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം.